ഹായ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന വണ്ടികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ബഡ്ജറ്റ് ഉയർത്തിയിട്ട് ഒരു 3 ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വണ്ടികളുടെ മീൻസ് എന്താ പറയുക, ഏറ്റവും നല്ല വണ്ടി ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഫസ്റ്റ് കാർ മേടിക്കുന്ന ഒരാൾക്ക് അത് വലിയ തലവേദന ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന 3 ലക്ഷം രൂപയിൽ താഴെ കിട്ടുന്ന വണ്ടികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക ചീപ്പസ്റ്റ് കാർ തുടങ്ങാം. ടാറ്റ നാനോ ഞാൻ കഴിഞ്ഞ വട്ടം ടാറ്റ നാനോ എന്ന് പറഞ്ഞ സമയത്ത് അതിൽ ഇപ്പം ഒരുപാട് പണികൾ വരും, എടുത്ത തലവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാറുകൾ ഞാൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ യൂസ്ഡ് കാർ വീഡിയോസ് കാണും. അതേപോലെ തന്നെ പിന്നെ കുറച്ച് പേരൊക്കെ ഈ ഉപയോഗിക്കുന്ന കാറുകൾ, പറയുന്ന കാറുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. പിന്നെ നമ്മൾ ഈ എന്താ പറയുക യൂസ്ഡ് ബൈ റിവ്യൂസ് കുറച്ച് ചാനലിൽ കാണും. അതേപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക ടീം BHP പോലുള്ള ഫോറങ്ങളിൽ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇന്ന കാറുകൾ മേടിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത് ഇതൊക്കെ വഴിയായിരിക്കും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ടാറ്റ നാനോ എന്ന് പറഞ്ഞാൽ 600 cc ഒരു കുഞ്ഞു കാറ്. ഇപ്പോൾ ടാറ്റ നാനോ ജെൻഎക്സ് ജെൻഎക്സ് അല്ല, ട്വിസ്റ്റ് നമ്മൾ 1 lakhൽ താഴെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ജെൻഎക്സ് ഓട്ടോമാറ്റിക് AMT ഓട്ടോമാറ്റിക് 600 cc വരുന്ന ഒരു ടാറ്റ നാനോ കാറ് എന്തുകൊണ്ടും നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എങ്ങനെ ഓടിച്ച് നടന്നാലും എന്താ പറയുക ഒരു 10-20 കൂടുതൽ മൈലേജ് കിട്ടും. സിറ്റിയിലാണെങ്കിൽ, ഹൈവേയിലാണെങ്കിൽ ഒരു 10, 27, 28 സിമ്പിളായിട്ട് കിട്ടും. AMT നല്ല സുഖമാണ് ഓടിച്ച് നടക്കാൻ. പ്ലസ് മൈനസ് മോഡുണ്ട് വണ്ടിയിൽ. പിന്നെ മെയിൻ്റനൻസ് ആണെങ്കിലും ഇപ്പം ടാറ്റ സർവീസ് സെൻറ്ററിലല്ലാതെ കൊടുക്കുന്ന സമയത്ത് കുറേ കഴിഞ്ഞാൽ ഈ AMTൻ്റെ മൊഡ്യൂൾ പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതൊരു 10-27 രൂപയാവും മാറാൻ. അപ്പം 2 ലക്ഷത്തിൽ 2.5 ലക്ഷം 2.25 ലക്ഷത്തിനൊക്കെ AMT കിട്ടാനുണ്ട് OLXൽ നോക്കിയ സമയത്ത്. അത്യാവശ്യം നല്ല ഓപ്ഷനാണത്. അതെടുത്തു കഴിഞ്ഞാൽ വലിയ തലവേദന ഇല്ലാതെ, ഇൻ കേസ് നമ്മളൊരു 3 ലക്ഷം ബഡ്ജറ്റ് ഇട്ടാലും ബാക്കി ഒരു 10-30,000 രൂപയ്ക്ക് പണിയെടുത്ത് കഴിഞ്ഞാലും ഓൾറെഡി വണ്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഓൺ റോഡ് തന്നെ 5 ലക്ഷത്തിൽ താഴെയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്ക്. അത് 5 ലക്ഷത്തിൽ താഴെയുള്ളൂ. അപ്പോൾ എങ്ങനെ വന്നാലും അത്ര പണിയൊന്നും ആവില്ല. അപ്പോൾ ടാറ്റ നാനോ ജെൻഎക്സ് AMT നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മാരുതി കേട്ടൻ അടിപൊളി വണ്ടിയാണ്. പറയുമ്പോൾ നമുക്ക് ആ വണ്ടിയിൽ BHPയും എന്താ പറയുക ടോർക്ക് നോക്കുന്ന സമയത്ത് പേപ്പറിൽ അത്രയും കാണുമെങ്കിൽ കൂടെ പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, കൊടുത്ത വണ്ടി അടിപൊളി പോക്കാണ്. പിന്നെ K സീരീസിലെ എഞ്ചിൻ എല്ലാം വേറെ ലെവലാണ്. ഇപ്പോൾ കേട്ടനാണെങ്കിലും K12 ആണെങ്കിലും ഈവൻ K15 ആണെങ്കിലും മൈലേജും തരും, പെർഫോമൻസും തരും. അപ്പം കേട്ടൻ അടിപൊളി എഞ്ചിനാണ് ആ പ്രൈസിലേക്ക്. പിന്നെ ഈ മാരുതിയുടെ വണ്ടികളെ പൊതുവൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടില്ല. അപ്പം എന്താ പറയുക, ഇപ്പോൾ ചില വണ്ടികളിപ്പം വേറെ ഏത് കമ്പനി, ഇപ്പം നിസാൻ്റെ ആണെങ്കിലും റെനോൻ്റെ ആണെങ്കിലും ഏത് വണ്ടികളാണെങ്കിലും നമുക്ക് ഇപ്പം 10 ലക്ഷം രൂപയുടെ വണ്ടി നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ഇപ്പോൾ റെനോൻ്റെ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര വണ്ടിയാണ്. അത് ഇറങ്ങുന്ന സമയത്ത് 12-14 ലക്ഷം രൂപ വില ഉണ്ട്. ഇപ്പം നമുക്കത് 6 ലക്ഷം രൂപയ്ക്ക് കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1.5 ഡീസൽ എൻജിൻ 110 PS, അത്യാവശ്യം നല്ല ടോർക്ക്, അത്യാവശ്യം നല്ല വണ്ടി, നല്ല അടിപൊളി സസ്പെൻഷൻ, ആ വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ആണ്. പക്ഷേ ഓൾറെഡി ഒരു 6 ലക്ഷം രൂപയുള്ള വണ്ടി ഒരു 3 ലക്ഷം രൂപയ്ക്ക് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലവേദന ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് കൊടുത്ത്, പിന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചിട്ട് അത് പിന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്തും അത്യാവശ്യം നഷ്ടം വരാത്ത രീതിയിൽ നമുക്കത് വിൽക്കാനും പറ്റും. അതും ഒരു ഗുണമുണ്ട്. പക്ഷേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നവരിപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ബൈ എന്ന് പറഞ്ഞൊരു സംഭവം മേടിക്കുന്ന ആൾ ഇപ്പോൾ ഡിപ്രിസിയേഷൻ ഒരു മാജിക്ക് കിട്ടില്ല. ആ ഒരു പ്രശ്നമാണ്. പക്ഷേ കേട്ടൻ അടിപൊളി വണ്ടിയാണ്, തലവേദനയും ഉണ്ടാവില്ല, സുഖമായിട്ട് കൊണ്ടു നടക്കാം. അടിപൊളി എഞ്ചിനാണ്, ഭയങ്കര പെപ്പിയാണ്, ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അതാണ് മാരുതിയുടെ കാര്യം. മാരുതിൻ്റെ വേറെ വണ്ടി വാഗണർ കിട്ടും. ഇപ്പോഴത്തെ ജനറേഷനല്ല, തൊട്ട് മുന്നത്തെ ജനറേഷൻ വാഗണർ കിട്ടും. അത് അത്യാവശ്യം കുഴപ്പമില്ല. ഇതുപോലെ തന്നെ മാരുതിൻ്റെ വണ്ടികൾക്കൊരു എന്താ പറയുക ഡിപ്രിസിയേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും എന്താ പറയുക വലിയ തലവേദന ഇല്ലാതെ കൊണ്ടു നടക്കാനാണെങ്കിൽ വാഗണർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഹ്യുണ്ടായിൻ്റെ ഐ10 മാത്രമേ ഈ റേഞ്ചിൽ കിട്ടുള്ളൂ. ഐ10 ഫേസ് ലിഫ്റ്റ് കിട്ടും. ഐ10 ഓട്ടോമാറ്റിക് കിട്ടും, പക്ഷേ ഓട്ടോമാറ്റിക് വേണം. ഓട്ടോമാറ്റിക്കിന് ഒട്ടും മൈലേജ് ഇല്ല. ടോർക്ക് കൺവെർട്ടർ ആണെന്ന് തോന്നുന്നു ഓട്ടോമാറ്റിക്. ടോർക്ക് കൺവെർട്ടർ CVT ടോർക്ക് കൺവെർട്ടർ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓട്ടോമാറ്റിക് ഒന്ന് ചെക്ക് ചെയ്യണം. അതെ, ഐ10ൻ്റെ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടറാണ്. നല്ല മൈലേജ് കുറവായിരിക്കും, പക്ഷേ റിലയബിൾ ആയിരിക്കും. ബാക്കിയുള്ള വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റിലയബിൾ ഓട്ടോമാറ്റിക് കാർസാണ് ഐ10ൻ്റേത്. ഈ ടോർക്ക് കൺവേർട്ടേഴ്സ് അത്യാവശ്യം നല്ല റിലയബിളാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പം മൈലേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കാറാണ്, അത്യാവശ്യം നല്ല എഞ്ചിനാണ്. മൈലേജിൻ്റെ കാര്യം ഒരു പ്രശ്നമാണ്, നോക്കുക. പിന്നെ നമുക്ക് നിസാനിലേക്ക് വരികയാണെങ്കിൽ നിസാൻ്റെ മൈക്ര ഉണ്ട്, സണ്ണി ഉണ്ട്,
അത് മാത്രമേ ഉള്ളൂ. മൈക്രയും സണ്ണിയും മാത്രമേ ഉള്ളൂ. മൈക്ര പെട്രോൾ CVT കിട്ടാണ്ട് ഈ പ്രൈസിൽ 2016 മോഡലൊക്കെ 3 ലക്ഷത്തിന് കിട്ടാനുണ്ട്. കുറച്ചും കൂടെ കൊടുക്കേണ്ടി വരും, പക്ഷേ ഓട്ടോമാറ്റിക് അല്ലാത്ത കിട്ടാനുണ്ട്. 1.2 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നമ്മുടെ പൾസിലും ഡാറ്റ്സൺ ഗോ പ്ലസിലൊക്കെ വന്ന സെയിം എഞ്ചിനാണ്. നല്ല എഞ്ചിനാണ്. എഞ്ചിൻ വൈസ് വലിയ പ്രശ്നമൊന്നും വരില്ല. സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ വർക്ക്ഷോപ്പിൽ പോയി നോക്കുന്ന സമയത്ത് അവർ പറയും അയ്യോ നിസാൻ ഞങ്ങൾ നോക്കൂല, മാരുതി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒട്ടും മിക്കതും ചിലതൊക്കെ അവർ എഞ്ചിൻ അല്ലെങ്കിൽ ബോണറ്റ് പോലും നോക്കൂലെന്ന് ഞങ്ങൾ നോക്കില്ല, മാരുതി മാത്രമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കൈ ഒഴിയുക ചെയ്യുക. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതർവൈസ് വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല എഞ്ചിനാണ്. ഓട്ടോമാറ്റിക് CVT ആണ് വരുന്നത്. നല്ല ഓട്ടോമാറ്റിക്കാണ്. നിസാൻ്റെ CVT ഓട്ടോമാറ്റിക് നല്ലതാണ്. വലിയ മൈലേജ് ഡ്രോപ്പും വരില്ല, പക്ഷേ മാനുവലിന് അത്ര മൈലേജ് കിട്ടില്ല. ഡീസലും കിട്ടാനുണ്ട്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കാർ മേടിക്കുന്ന ഒരാൾ ഡീസൽ എഞ്ചിൻ മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു പ്രശ്നമുണ്ട് അതിൽ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് കുഴപ്പമില്ല, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് പാർട്ട് കുറച്ച് കൂടും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു ഫസ്റ്റ് കാർ മേടിക്കുന്ന ഒരാളെപ്പോഴും പെട്രോൾ കാർ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ എഞ്ചിൻ ഇപ്പം ഈ എന്താ പറയുക 1.5 ഡീസൽ എഞ്ചിന് മൈക്രയിലൊക്കെ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റിലയബിളാണ്. ഒരുപാട് കാറുകളിൽ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എന്താ പറയുക കുറേ ഓടി കാറൊക്കെ ആണെങ്കിൽ പയ്യെ AC ഒക്കെ കംപ്ലൈൻ്റ് ആവും. ACൻ്റെ ഇവാപ്പറേഷൻ കോയിൽ പോവും, കംപ്രസറൊക്കെ പോവും. അതിനൊക്കെ അത്യാവശ്യം ആ പാട്ടും ആ മുടികളും മൊത്തമായിട്ട് മാറ്റാനാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. റിപ്പയർ ചെയ്യാനാണെങ്കിൽ ഒരു 5000, 6000, 7000. ഇവാപ്പറേഷൻ കോയിലിനൊക്കെ 10,000, 12,000 റേറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു മെയിൻ്റെനൻസ് പാർട്ട് നോക്കുകയാണെങ്കിൽ. ജനറൽ സർവീസിനൊക്കെ പുറത്ത് ചെയ്യാനാണെങ്കിൽ ഒരു 4000 രൂപയൊക്കെ തന്നെ വരുള്ളൂ മൈക്രയ്ക്ക്. ഡീസലാണെങ്കിലും അതെ 4500 രൂപയ്ക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പെട്രോളാണെങ്കിൽ ഒരു 3000 രൂപയ്ക്ക് ചെയ്ത് കിട്ടും. സാധാരണ നമ്മളെ ഈ 1.2 ഇപ്പം ഡാറ്റ്സണൊക്കെ ചെയ്യുന്ന 2500, 2200 രൂപയ്ക്ക് ചെയ്ത് കിട്ടും. അങ്ങനെ ചെയ്ത് തരുന്നവരും ഉണ്ട്. അപ്പോൾ അതാണ് നിസാൻ്റെ കാര്യം. സണ്ണിയും കിട്ടും. സണ്ണി കുറച്ചും കൂടെ പഴയ മോഡൽ 2012 ഇപ്പോൾ ടെസ്റ്റ് ആവാനായിട്ടുണ്ടാവും സണ്ണിയൊക്കെ. സണ്ണി 1.5 പെട്രോൾ കിട്ടും. അത്യാവശ്യം വലിയ കാറാണ്, നല്ല കാറാണ്. വലിയ പണി 1.5 പെട്രോളിന് വലിയ പണി വരില്ല. അത്യാവശ്യം നല്ല എഞ്ചിനാണത്, റിലയബിൾ എഞ്ചിനാണ്. ഡീസലിൻ്റെ കാര്യം ഇതാണ്, എന്തെങ്കിലും പണി വരികയാണെങ്കിൽ കുറച്ച് പൈസ വരും, പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും പണി വരില്ല. പിന്നെ ഈ സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം, ഈ സാധാരണ വർക്ക്ഷോപ്പുകളായാലും ചിലർ നോക്കൂല വണ്ടി എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നിസാൻ്റെ കാര്യം. പിന്നെ ഡീസൽ എഞ്ചിന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സാധനമാണ് എന്താ പറയുക ഫിയാറ്റ് പുണ്ടോയും കിട്ടും, ലിനിയയും കിട്ടും. പക്ഷേ ലിനിയ കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനിക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ലിനിയൻ്റെ സസ്പെൻഷൻ കുറച്ച് കഴിഞ്ഞാൽ ടയറും അത്യാവശ്യം ഭയങ്കര പെട്ടെന്നല്ല, എന്നാലും ടയറും 10,000-40,000 ആകുമ്പോഴത്തേക്ക് ചെത്തി തീരും. അതുപോലെ സസ്പെൻഷനും ഇടയ്ക്ക് പണി വരാറുണ്ട്. അതേപോലെ ഈ ഫിയാറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ ഫിയാറ്റിൻ്റെ ഈ സ്വിച്ചസ് എന്താ പറയുക ചില സ്വിച്ചസൊക്കെ കുറച്ച് പ്രശ്നമാണ്, പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഫിയാറ്റിന്. പക്ഷേ അതൊരു കുറച്ച് കമ്മിറ്റ്മെൻറ്റിലൂടെ നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഫിയാറ്റ് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെറിയ തലവേനയൊക്കെ തോന്നും. മെയിൻ്റനൻസ് പാർട്ട് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഡീസൽ എഞ്ചിൻ നല്ല ഡീസൽ എഞ്ചിനാണ്. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. നാഷണൽ എഞ്ചിൻ എന്ന് അറിയപ്പെടുന്നത് 1.3 മൾട്ടിജെറ്റ്, സ്വിഫ്റ്റിലുണ്ട്, കുറേ വണ്ടികളുണ്ട്. ഈവൻ ഷെവർലേൻ്റെ എൻജോയിലുണ്ട് 1.3, അതുപോലെ ടാറ്റേൻ്റെ മാൻസ, കുറേ വണ്ടികളുണ്ട് 1.3 ഡീസൽ എഞ്ചിന്. അപ്പോൾ ആ ഡീസൽ എഞ്ചിന് കുഴപ്പമില്ല. ഡീസൽ എഞ്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കാൻ പറ്റും. പക്ഷേ വണ്ടികളുടെ ഈ ചെറിയ നോബും സ്വിച്ചസും ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫിയാറ്റിൻ്റെ. പിന്നെ ജീപ്പിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാം, പക്ഷേ അത് എക്സ്പെൻസീവ് ആയിരിക്കും. അത്യാവശ്യം പൈസ വേണ്ടി വരും അവിടെ നിന്ന് സർവീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഫിയാറ്റിൻ്റെ കാര്യം. ലിനിയേൻ്റെ കാര്യം തന്നെ, പഴയ ലിനിയൊക്കെ ഇപ്പോൾ ഈവൻ പഴയ ഫിയാറ്റ് ആണെങ്കിലും ആ ലുക്കിനൊക്കെ നല്ലത് ഇപ്പം ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രില്ലൊക്കെ മാറ്റിയിട്ട്. ഇപ്പം ഫിയാറ്റ് ഇവോ ആണെങ്കിലും ഈവൻ മറ്റേ എവഞ്ചർ ആണെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു 3 ലക്ഷത്തിനൊക്കെ കിട്ടും ചിലപ്പം. പക്ഷേ ഈ എവഞ്ചറൊക്കെ വളരെ കുറച്ച് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ പാർട്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ. ഈ കിട്ടുമെങ്കിൽ തന്നെ ചിലപ്പോൾ തപ്പേണ്ടി വരും, തപ്പിയാൽ തന്നെ ചിലപ്പം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതാണ് ഫിയാറ്റിൻ്റെ കാര്യം. പിന്നെ നമ്മൾ മാരുതിൻ്റെ കേസിൽ പറയാൻ വിട്ടുപോയതാണ് സ്വിഫ്റ്റ് കിട്ടും, ഡീസൽ എഞ്ചിൻ കിട്ടും, പെട്രോളും കിട്ടും. ഡീസൽ എഞ്ചിൻ ഈ പറഞ്ഞ പോലെ തന്നെ 1.3 മൾട്ടിജെറ്റാണ്, നല്ല മൈലേജ് ഉണ്ടാവും. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ആയതുകൊണ്ട് സർവീസ് ചെയ്യാൻ വലിയ എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാവില്ല, വലിയ പൈസയും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ എന്താ പറയുക മാരുതിൻ്റെ സർവീസ് സെൻറ്റർ ഭയങ്കര ചീപ്പാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല പൈസ മേടിക്കുന്നുണ്ട് അവർ. അപ്പം പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസൽ എഞ്ചിനൊക്കെ ഒരു 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടികളായിരിക്കും ഈ പ്രൈസിൽ കിട്ടാനുണ്ടാവുക.
അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടി ഒരു ഡീസൽ എഞ്ചിൻ എടുക്കണോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് കാറൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം പെട്രോൾ എഞ്ചിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പെട്രോൾ സ്വിഫ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. വേറൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പണി വന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയും ഓടിയ വണ്ടിയാണല്ലോ. പക്ഷേ 3-4 ലക്ഷം കിലോമീറ്റർ ഓടുന്ന സ്വിഫ്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഒരു തലവേദന ഇല്ലാത്തൊരു വണ്ടി കൊണ്ട് നടക്കണം എന്നാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് പെട്രോൾ വണ്ടികൾ തന്നെ മേടിക്കുന്നതായിരിക്കും. പിന്നെ ഡീസൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഈ 1.3 മൾട്ടി ജെറ്റുള്ള ഡീസൽ എഞ്ചിനും പിന്നെ അതുപോലെ മൈക്രാൻ്റെ വരുന്ന നിസാൻ ഗ്രൂപ്പിലുള്ള 1.5 ഡീസൽ എഞ്ചിനും വലിയ പ്രശ്നമില്ല. അതേപോലത്തെ റെനോയിൽ വേറൊരു വണ്ടിയാണ് പറയാനുള്ളത്, റെനോൻ്റെ പൾസ് ഇതേപോലെ തന്നെ മൈക്രാൻ്റെ എല്ലാം മൈക്രാനെയാണ്. 1.2 വരുന്നുണ്ട്, 1.2 പെട്രോളും വരുന്നുണ്ട്, 1.5 ഡീസലും വരുന്നുണ്ട്. നിസാൻ്റെ എന്താണോ പറഞ്ഞത് അതേ സെയിം ഇഷ്യൂ ആണ് പൾസിലുള്ളത്. സർവീസ് സെൻറ്റർ അത്രയേ ഉള്ളൂ. അതേപോലെ എല്ലാ വർക്ക്ഷോപ്പുകളും ചിലപ്പോൾ നന്നാക്കിയെന്ന് വരില്ല എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ. പിന്നെ ഡാറ്റ്സൻ്റെ ഗോ വരുന്നുണ്ട്, ഗോ പ്ലസും കിട്ടുന്നുണ്ട്. ഒരു 1.5-2 ലക്ഷം 2.25 ലക്ഷം രൂപയ്ക്കൊക്കെ 7 സീറ്റർ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഒരു 5-6 പേരൊക്കെയുള്ള കുടുംബം വെച്ചാൽ ആ വണ്ടി ആയിരിക്കും ഏറ്റവും ഓപ്റ്റ്. കാരണം വേറെ പൈസ പിന്നെ കിട്ടാനുള്ളത് ഷെവർലെ എൻജോയ് എടുക്കണ്ട. ഷെവർലെ എൻജോയ് എടുത്താൽ ചിലപ്പം വള്ളിയാവും. ഷെവർലെ എൻജോയ് മാത്രമല്ല, എവിയോ എടുക്കണ്ട, സെയിൽ എടുക്കണ്ട, യുവ എടുക്കണ്ട, അതൊന്നും എടുക്കണ്ട, വെറുതെ വള്ളി പിടിച്ച് വെക്കുന്ന അതാണ്. പിന്നെ ബീറ്റ് നമ്മൾ കഴിഞ്ഞ 1 ലാഖിന് അണ്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 ലക്ഷത്തിനൊന്നും 2 ലക്ഷം 2.25 ലക്ഷത്തിനൊക്കെ ബീറ്റ് നല്ല കണ്ടീഷനിലൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി റിസ്ക്കാണ്. ഒന്നാമത്തെ കമ്പനി ഇവിടെ ഇല്ല. പിന്നെ അങ്ങനെ റിസ്ക് നമ്മൾ 3 ലക്ഷം കൊടുത്തിട്ടൊന്നും റിസ്ക് വലിച്ചു വെക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റെനോയിൽ വേറെ കിട്ടാനുള്ളത് ആ റേറ്റിൽ ഇല്ല. ആ റേറ്റിൽ വേറെ വണ്ടികളൊന്നും ക്യുഡൊന്നും ആ റേറ്റിൽ എത്തിയിട്ടുണ്ടോ? ക്യുഡ് ഇതേപോലെ തന്നെ നല്ല വണ്ടികൾ, റെഡിഗോയും ഉണ്ട് ക്യുഡും ഉണ്ട്. പക്ഷേ രണ്ടും കുഞ്ഞു വണ്ടികളാണ്. റെഡിഗോനെയും ക്യുഡും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ക്യുഡായിരിക്കും. കാണാനും ഭംഗി ക്യുഡാണ്. സെയിം എഞ്ചിനാണ് വരുന്നത്. കുറച്ചും കൂടെ റൈഡിങ്, ഇപ്പം നമ്മൾ യാത്രാസുഖം കുറച്ചും കൂടെ ഫ്രഞ്ച് മാനുഫാക്ചറേഴ്സ് അത് സെറ്റായിട്ട് അവർ കൈകാര്യം ചെയ്യും, ഈ യാത്രാസുഖവും സസ്പെൻഷനൊക്കെ. അപ്പം അതിന് നല്ല ക്യുഡാണ്. പക്ഷേ ക്യുഡ് തുറക്കുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ ഓയിൽ ലീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വ്ളോഗേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്യുഡ് ഉപയോഗിക്കുന്നവർ അങ്ങനെ ക്യുഡിനെ പറ്റി അങ്ങനെ വ്ളോഗേഴ്സ് കുറേ പറഞ്ഞു കേൾക്കാറുണ്ട്, ക്യുഡ മോശം വണ്ടി ക്യുഡാന്നൊക്കെ. പക്ഷേ ഉപയോഗിക്കുന്നവർ അത്ര ക്യുഡാണെങ്കിലും ഇപ്പം റെഡിഗോ ആണെങ്കിലും അത്ര മോശം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അത്. ഇപ്പം ഡാറ്റ്സൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡാറ്റ്സൺ ഗോ ഓട്ടോമാറ്റിക് CVT കിട്ടാണ്ട് 2018 മോഡലൊക്കെ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ അണ്ടർ 3 ലാഖിൽ അത് വരും. അല്ലെങ്കിൽ അതൊരു 3.3 3.4 അതും മറ്റേ എന്താ പറയുക സ്പിന്നി കാർസും അതേപോലെ കാർ 24 ആ റേറ്റിലിടുന്നത്. അപ്പം ഡയറക്റ്റ് കസ്റ്റമറുടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 2.25 ലക്ഷത്തിനൊക്കെ 2.25-3 ലക്ഷത്തിന് അണ്ടറിലൊക്കെ ആ പ്രൈസിൽ കിട്ടും. അതിനാണ് അലോയിലും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് CVT ആണ്. ആ പ്രൈസിൽ CVT നിങ്ങൾക്ക് വേറെ കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ പഴയ വണ്ടിയായിരിക്കും, i10 ആയിരിക്കും. പിന്നെ സാൻഡ്രോ നമ്മൾ അണ്ടർ 1 ലാഖിൽ പറഞ്ഞാണ്. സാൻഡ്രോ പിന്നെ ഒരുപാട് പഴയതായിപ്പോയി. പിന്നെ പുതിയ ലേറ്റസ്റ്റ് സാൻഡ്രോ ആണെങ്കിൽ ആ പ്രൈസിൽ കിട്ടില്ല. അപ്പോൾ പിന്നെ ആ സാൻഡ്രോ എന്തായാലും ഒരു 4-4 ലക്ഷത്തിനൊക്കെ എപ്പോഴും നിൽക്കുന്നത്. 3 ലക്ഷത്തിൽ സാൻഡ്രോ കിട്ടില്ല. അപ്പം ഹ്യുണ്ടായിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നിസാൻ പറഞ്ഞു, നമ്മൾ ഫിയറ്റ് പറഞ്ഞു. വേറെ ഇപ്പോൾ ഏതാ വണ്ടിയുള്ളത്? മഹീന്ദ്രേൻ്റെ വെരീറ്റോ ഒന്നും വേണ്ട, അതൊക്കെ ഇപ്പോൾ തന്നെ മഹീന്ദ്രയെ കൊണ്ടുകൊടുത്താൽ തന്നെ സർവീസ് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പില്ല. സർവീസ് സെൻറ്റർ കുറച്ച് ശോകമാണ്. ടാറ്റേൻ്റെ പിന്നുള്ളത് ബോൾട്ട് ഉണ്ട്, സെസ്റ്റ് ഉണ്ട്, കോട്ര, മറ്റേ മാൻസ് ഉണ്ട്. മാൻസ് ശരിക്കും നല്ല വണ്ടിയാണ്, അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷേ എടുക്കണമെന്നുള്ളത് അറിയാം, അതിൻ്റെ പാർട്സൊക്കെ ഒരുപാടുണ്ടോ കിട്ടാനുണ്ടോ എന്നും തോന്നുന്നില്ല. അത് ബോൾട്ടും സെസ്റ്റൊക്കെ വളരെ കുറച്ച് വണ്ടിയുള്ളൂ. അപ്പം എടുത്താൽ തന്നെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് പാർട്സ് കമ്പനി കൊടുത്താൽ തന്നെ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു എന്തൂസിയാസ് ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോണ്ട സിവിക്കൊക്കെ എടുക്കാം കേട്ടോ. ഹോണ്ട സിറ്റി ബെസ്റ്റ് ഓപ്ഷൻ. ഹോണ്ട സിറ്റീൻ്റെ ആരോ ഷോട്ട് മോഡൽ അണ്ടർ 3 ലാഖിന് കിട്ടാണ്ട്, അത് ഓട്ടോമാറ്റിക്കും കിട്ടാണ്ട് തപ്പിക്കഴിഞ്ഞാൽ 2.25 ലക്ഷത്തിനൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ അത് ടോർക്ക് കൺവേർട്ടറാണ്. മൈലേജ് കുറച്ച് കുറയും, പക്ഷേ മാനുവൽ ഗിയർ ബോക്സ് അത്യാവശ്യം നല്ല മൈലേജ് വരും. വീടെക്കാണ്, ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ്, ഒരു കുഴപ്പമില്ല. 1.5 പെട്രോൾ എഞ്ചിൻ അടിപൊളിയാണ്. കാണാനും നല്ല വണ്ടിയാണ്. എന്താ പറയുക, ചിലവർക്ക് പോളറൈസിങ് ആണ് അതിൻ്റെ ഡിസൈൻ. പക്ഷേ എന്താ പറയുക, ഒരു എനിക്കിഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ആരോ ഷോട്ട് സിറ്റി. 2012 ഇൻട്രൊഡ്യൂസ് ചെയ്ത്, 12-11 അത് ഈ പ്രൈസിന് കിട്ടാണ്ട് നമുക്ക്. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് ഇപ്പോൾ എന്താ പറയുക വലിയ തലവേദന. ഇപ്പം നമ്മൾ ഒരു 2.25 ലക്ഷത്തിന് 2.5 ലക്ഷത്തിനൊക്കെ അതിപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടിയാലോ 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ തന്നെയായിരിക്കും കിട്ടുന്നത്.
എന്നാലും ആ വണ്ടി വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. ഒരു 1.25 2 കൂടുന്ന വണ്ടികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ബഡ്ജറ്റ് 3 ആണെങ്കിൽ ഒരു 2.25 വണ്ടി മേടിച്ചിട്ട് ബാക്കി ഒരു 50,000 രൂപ വണ്ടി ചിലവാക്കി കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. മൈലേജ് ഒരു സിറ്റിയിലൊക്കെ ആണെങ്കിൽ 12 കിട്ടും, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു 10 കിട്ടുള്ളൂ. ഹൈവേയിലാണെങ്കിൽ 15 16 ഈവൻ 18 കിട്ടുന്നവരുണ്ട്. 1.5 നല്ല വൃത്തിക്ക് ഓടിച്ചൊരു 80 90 ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് തരുന്നൊരു എഞ്ചിനാണത്. 1.5 VTEC നല്ല പവറുമാണ്. പിന്നെയുള്ള സിവിക്കാണ്. സിവിക്ക് നമുക്ക് കിട്ടും 2 ലക്ഷം രൂപയ്ക്കൊക്കെ 1.8 ലിറ്റർ സിവിക്ക് കിട്ടും. എന്താ പറയുക, അത് ഫസ്റ്റ് കാറായിട്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റിനൊക്കെ 10-30,000 രൂപ വില വരും കമ്പനി പോവുകയാണെങ്കിൽ. പിന്നെ അത്യാവശ്യം പഴക്കം വന്നു, മൈലേജ് ഒട്ടും ഉണ്ടാവില്ല. ഇല്ലേ പിന്നെ നമ്മൾ എന്താ പറയുക ഒരു രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്തു കഴിഞ്ഞ് CNG കിറ്റൊക്കെ കയറ്റി കയറ്റി കഴിഞ്ഞാൽ ഒരു 85 1 കിലോ 86 രൂപ എങ്ങനെ. അപ്പോൾ CNG ഒരു 10 17 18 മൈലേജ് കിട്ടും. നമുക്ക് ഡീസൽ കാറിനെക്കാട്ട് മുതലാക്കിയിട്ട് ഓടിച്ചു കൊണ്ടു നടക്കാം. അത്രയും വലിയൊരു വണ്ടി. അതിന് ഇൻറ്റീരിയറൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അറിയാലോ സിവിക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു കോക്ക്പിറ്റ് സെറ്റപ്പാണ്, അടിപൊളിയാണ് കാണാൻ. പ്രശ്നം എന്താ വെച്ചാൽ അതുപോലെ മെയിൻ്റനൻസ് പാർട്ട് കുറച്ച് കൂടുതലാണ്. സാധാരണ കമ്പനിയിൽ നിന്ന് കൊടുത്താൽ സാധാരണ മെയിൻ്റനൻസിന് 7,000 രൂപയൊക്കെ തന്നെ ആവുള്ളൂ. 7,000 കുറവാണെന്നല്ല, പക്ഷേ ആ അത്രയും വലിയൊരു വണ്ടി ഒരു 1.8 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റി വരുന്നൊരു വണ്ടി എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ആ പ്രൈസ് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും പാർട്സൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് പൊട്ടി പോവുകയാണെങ്കിലൊക്കെ 10-30,000 രൂപ ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ കിട്ടും കേട്ടോ. ഒറിജിനൽ അല്ലാത്ത പാർട്സൊക്കെ കിട്ടും, ആ പ്രൈസിന് കിട്ടും. അപ്പോൾ അതാണ് ഹോണ്ട സിവിക്കിൻ്റെ കാര്യം. പിന്നെ മാരുതിയിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു വണ്ടിയാണ്, വിട്ടുപോയെന്ന് പറയാൻ പറ്റില്ല, SX4 ഉണ്ട്. 2008-9 മോഡലൊക്കെ പെട്രോൾ എഞ്ചിൻ 1.6 ആണ് വരുന്നത്. മൈലേജ് കുറവായിരിക്കും, ഇൻഷുറൻസ് കൂടുതലായിരിക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പാർട്സിന് ചില കോമ്പോണൻസൊക്കെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ അതേ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ SX4 മാത്രമാണ്. അത് കുറച്ച് സാധാരണ സ്വിഫ്റ്റിനെ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മാരുതി വാഗണറിനെ പോലെയോ നല്ല കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ XS4 ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 180 190 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അടി തട്ടുന്ന വലിയ പ്രശ്നം വരില്ല. ബാക്കിയുള്ള സെഡാനൊക്കെ ഇപ്പോൾ ലിനിയാണ്, പുതിയ മോഡൽ ലിനിയാണെങ്കിലും അടി തട്ടുന്ന പ്രശ്നമില്ല. 190 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം സിറ്റീൻ്റെ കേസാണെങ്കിലും അടി തട്ടുന്നൊരു പ്രശ്നം വരും. അതും സെഡാനാകുമ്പം നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് തന്നെ. സിവിക്കാണ് പിന്നെ പറയണ്ട, അടി നല്ല തട്ടും. ഏതെങ്കിലും ഒരു കിടങ്ങിലൊക്കെ കയറുകയാണെങ്കിൽ അടി തട്ടുന്നൊരു പ്രശ്നം സിവിക്കിനുണ്ട്. ഇപ്പോൾ XS4 പിന്നെ XS4 1.6 പെട്രോളുണ്ട്, ഡീസലുണ്ട്. ഡീസൽ നമ്മളെ സെയിം 1.3 മൾട്ടിജെറ്റാണ് അതിൽ വരുന്നത്. മൈലേജ് ഉണ്ടാവും. ബാക്കിയുള്ള ഡീസൽ വണ്ടീൻ്റെ അത്ര പണി ഉണ്ടാവില്ല. എങ്കിൽ കൂടെ ഇതൊക്കെ റീടെസ്റ്റ് ആവാനായി, ഒന്നെങ്കിൽ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടികളായിരിക്കും അല്ലെങ്കിൽ റീടെസ്റ്റ് ആവാനായ വണ്ടികളായിരിക്കും. റീടെസ്റ്റ് ആവാനായ വണ്ടി വെച്ചാൽ ഒന്നും കൂടെ കുറച്ചുകൂടെ പൈസ മുടക്കേണ്ടി വരും. ഇപ്പോൾ 1.5 ലക്ഷത്തിന് 1.5 ലക്ഷത്തിനൊക്കെ 1.6 പെട്രോൾ എഞ്ചിൻ കിട്ടാനുണ്ട് ഏത് നമ്മുടെ SX4. പക്ഷേ ഫസ്റ്റ് കാറ് നമ്മൾ മേടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു മൈലേജ് ഉള്ള വണ്ടി മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ച് മുടിയും. അപ്പോൾ അതാണ് XS4ൻ്റെ കാര്യം. വേറെ വണ്ടികൾ പിന്നെ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വണ്ടികൾ വോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ പോളോ കിട്ടാനുണ്ട്. 1.2 ഈ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എടുക്കണ്ട, താങ്ങൂല. നമ്മൾ ഈ 3 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ വണ്ടിയിൽ 3 ലക്ഷത്തിന് വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു ABS സെൻസർ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചക്ടർ പോയാലൊക്കെ 1.2 ഇഞ്ചക്ടറിൻ്റെ പ്രശ്നമില്ല, പക്ഷേ ABS സെൻസറിനൊക്കെ പണി വരാറുണ്ട്. അത് മാത്രമല്ല, ഇൻ കേസ് ഓട്ടോമാറ്റിക്കിനാണെങ്കിലും ഓട്ടോമാറ്റിക്കിൻ്റെ കേസിലാണെങ്കിലും 1.2 DSIക്ക് DSG വരുന്നത്. അത് DSGന് മൊഡ്യൂളൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അറിയുന്നൊരു ഒരാളുടെ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി മേടിച്ചിട്ട് എത്ര വർഷമായി, 4 വർഷമായിട്ട് എന്തോ ഉള്ളൂ. 3 വർഷം എന്താ വാറണ്ടി കൊടുക്കുന്നു തോന്നുന്നു. 4ാമത്തെ വർഷം 3 വർഷം കഴിഞ്ഞ ഉടനെ വണ്ടി അനങ്ങുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച സമയത്ത് മൊഡ്യൂൾ പോയതാണ്. വണ്ടി ആ സമയത്ത് 12 ലക്ഷം ഓൺ റോഡ്. അപ്പം വണ്ടീൻ്റെ 10% റേറ്റ് വരുന്നു പറഞ്ഞു ഇത് മൊഡ്യൂൾ മാറ്റാനായിട്ട്. അപ്പോൾ 1.5 ലക്ഷത്തോളം 1.2 1.3 ലാക്സ് എന്തോ ഈ മൊഡ്യൂൾ മാറ്റാനായിട്ട്. DSG ഗിയർ ബോക്സ് ആട്ടോ. അപ്പം എന്തെങ്കിലും കോമൺ ഇഷ്യൂ വരുന്ന സാധനമാണ്, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുന്നതാണ് DSG. നമ്മുടെ ഈ ട്രാഫിക് റോഡുകളിൽ DSG ഗിയർ ബോക്സ് അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അവരെന്നിട്ട് കുറേ ജസ്റ്റ് വാറണ്ടി കഴിഞ്ഞുള്ളായിരുന്നു. വോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ CEOയ്ക്കും അവിടുത്തെ എല്ലാവർക്കും നിരത്തി പിടിച്ച് മെയിൽ അയച്ചു. അവസാനം അവർക്ക് എന്തോ ഭാഗ്യത്തിന് എന്താ പറയുക ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു കമ്പനി. അപ്പോൾ അതല്ല ആളാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, 1.5 ലക്ഷം രൂപയ്ക്ക് വെറുതെ പണിയെടുത്ത് 2 ലക്ഷം രൂപ വണ്ടി എടുത്ത് വീണ്ടും വേണ്ട, വെറുതെ പണിക്ക് നിൽക്കണ്ട. ഫാബിയ കിട്ടാനുണ്ട്, ഫാബിയും വേണ്ട. പിന്നെ വോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ഒന്നും നമുക്ക് ഫസ്റ്റ് കാറായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ആ പൈസയ്ക്ക് നമുക്ക് വെറുതെ തലവേദനയായി പോകും. ചിലപ്പോൾ ഒക്ടാവിയ RS കിട്ടാനുണ്ട്. എന്തിനാണ് വെറുതെ പണി മേടിച്ചിരിക്കുന്നത്?
ലോവർ അല്പ പ്രൈസിന് കിട്ടും. ഒന്നും വേണ്ട, ഒന്നും നോക്കണ്ട. പ്രാക്ടിക്കൽ കാറായിട്ട് ഒന്ന് കൊണ്ട് നടക്കാനേ പറ്റില്ല. ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ എല്ലാ വണ്ടിയും നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. 1 ലിറ്റർ DS ഈ പ്രൈസിലൂടെ എത്തിയിട്ടുമില്ല. വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഫോക്സ് വാഗൻ എഞ്ചിൻ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ വണ്ടികളിലുള്ള 1 ലിറ്റർ DS ആണ്. എഞ്ചിന് വലിയ പ്രശ്നമില്ല, അത്യാവശ്യം ഓടുന്നുണ്ട്, അത്യാവശ്യം റിലയബിളും ആണെന്നാണ് കേട്ടത് ആ വണ്ടി. പിന്നെ സാധാരണ ഈ ഇഞ്ചക്ടറല്ല ഈ ABS സെൻസർ ഇതൊക്കെ പോയാലേ, പക്ഷേ ഇപ്പോഴുള്ള വണ്ടികൾക്ക് ആ പ്രശ്നവും പറഞ്ഞ് കേൾക്കുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ ഓടിയ അലറിയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. പിന്നെ നമ്മൾ റിലയബിലിറ്റിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ മിസ് ചെയ്തൊരു ബ്രാൻഡാണ് ടൊയോട്ടൻ്റെ ഇറ്റിയോസ്. ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഡീസൽ കിട്ടില്ല. ഡീസലിൻ്റെ പ്രൈസ് ഇപ്പോഴും 7-8 ലക്ഷമൊക്കെയാണ്. നല്ല വണ്ടിയാണ്, പക്ഷേ പ്രൈസ് ഇപ്പോഴും കിടക്കുന്ന ആകാശത്താണ്. പെട്രോൾ കിട്ടും 2.25 ലക്ഷത്തിനും 3.25 ലക്ഷത്തിനും. ഒരു 3 എന്ന് പറഞ്ഞ ഒരു ഫിഗറിൻ്റെ കുറയാണെങ്കിൽ തന്നെ 2.90 കുറയുള്ളൂ. ഒരു 3.5 വരെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റിയോസ് ലീവ് കിട്ടാണ്ട് എന്താ പറയുക, ഒരു എക്യുപ്മെൻറ്റ് എന്നുള്ളൊരു കാർ എന്നുള്ള രീതിയിൽ, എന്താ പറയുക, ജസ്റ്റ് ഒരു മെഷീൻ എന്ന രീതിയിൽ കൊണ്ടു നടക്കാനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ബേസിക്കാണ് ഇൻറ്റീരിയറൊക്കെ, പക്ഷേ എത്ര വേണമെങ്കിലും ഓടിക്കോളും, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ ടൊയോട്ട എല്ലാ കാലത്തും ഇവിടെ തന്നെ ഉണ്ടാവും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതാണ് ടൊയോട്ടേൻ്റെ കാര്യം. പിന്നെ കൊറോളയൊക്കെ പഴയ മോഡലാണ് കിട്ടാനുള്ളത്. കൊറോളയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ 1.8 ഡീസൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിന് മൈലേജ് കുറവായിരിക്കും. മൈലേജ് കുറഞ്ഞാൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ്. കാരണം ഇത്രയും കാലപ്പഴക്കമായി, എന്തായാലും എന്തെങ്കിലും പ്രശ്നം വരും. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നല്ല പൈസ പൊട്ടും കയ്യിൽ നിന്ന്. അപ്പം ബെറ്റർ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊക്കെയാണ്, ഇത്രയും കാറുകളാണ് മനസ്സിൽ വന്നത്. നമ്മളൊരു എല്ലാ ബ്രാൻഡും കവർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹോണ്ടേൻ്റെ പറയാൻ വിട്ടുപോയൊരു വണ്ടിയാണ് ഹോണ്ട ജാസ്. അത് പഴയ മോഡലാണ് കിട്ടാനുള്ളത്. പഴയ മോഡലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പഴയതായിപ്പോൾ. മാത്രമല്ല പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര എക്സ്പെൻസീവുമാണ്. അപ്പോൾ ജാസ് നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പുതിയ ജാസ് ആ പ്രൈസിലൂടെ എത്തിയിട്ടില്ല. പിന്നെ ഹോണ്ടൻ്റെ ബ്രിയോ കിട്ടും, 1.2 വീട്ടക്കാണ്, അടിപൊളി വണ്ടിയാണ്. ഡിക്കി സ്പേസ് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നമില്ല. വണ്ടിയിൽ സ്പേസ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ ഹോണ്ടേൻ്റെ എന്താ പറയുക, എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഡിക്കി സ്പേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ മാരുതിയുടെ എ സ്റ്റാർ. ഇതേപോലെ തന്നെ ഒരു 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. അത് ഈ പ്രൈസിന് കിട്ടാനുണ്ട്. പക്ഷേ എ-സ്റ്റാർ ആണെങ്കിലും ഒരുപാട് പഴയതായിപ്പോയി വണ്ടി. നല്ല വണ്ടിയാണ്. നമ്മുടെ ഇവിടെ സാധാരണ കിട്ടുന്ന മാരുതിയുടെ വണ്ടികളുടെ പാർട്സിനെക്കാട്ടൊക്കെ ക്വാളിറ്റിയുള്ള പാർട്സാണ് എ-സ്റ്റാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എ-സ്റ്റാറും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നൊരു വണ്ടിയാണ്. ടാറ്റ്സൺ ഗോ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം സെക്കൻഡ് മാർക്കറ്റിൽ കാണുന്നൊരു വണ്ടി. അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണേണ്ട, ഞാൻ 10-50 ഇപ്പോൾ 40 സംതിങ് കിലോമീറ്ററായി വണ്ടി. അപ്പം അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. വന്ന കംപ്ലയിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം വന്ന പ്രശ്നങ്ങൾ എടുത്താൽ പ്രശ്നമാകുമോ എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഈ പറഞ്ഞ വണ്ടികൾ ഏതെങ്കിലും നിങ്ങളിതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവുമോ, മേടിച്ചു കഴിഞ്ഞാൽ വലിയ പണി വരുമോ, അല്ലെങ്കിൽ കോമൺ കംപ്ലയിൻസ് വരുന്ന എന്തൊക്കെയാണെന്ന് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പറയും. ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വണ്ടികൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് വണ്ടികളുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ പാർട്സിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്കും ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആവുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.